അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ബേസിക് കമാൻഡ്സ് ഇൻ വിൻഡോസിൽ യൂസ് ചെയ്യുന്ന ബേസിക് കമാൻഡ്സ് ഏതൊക്കെയാണ് എന്നുള്ള കേസാണ്. ഈ ബേസിക് കമാൻഡ്സ് ഇൻ വിൻഡോസിൽ നിന്ന് ആക്ച്വലി ഒരു 2 മാർക്സിനും അതേപോലെ തന്നെ 5 മാർക്സിനുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ നമ്മളുടെ പ്രിപ്പറേഷൻ മൊത്തം എന്താണ്, എക്സാമിന് എങ്ങനെ ആൻസർ ചെയ്യണം അങ്ങനത്തെ രീതിയിലൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിൽ പോയിന്റ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ഫസ്റ്റ് എന്താണ്, ബേസിക് വിൻഡോസ് കമാൻഡ് ഫോർ ബിഗിനേഴ്സ്. ബിഗിനേഴ്സിനുള്ള വിൻഡോസിൽ യൂസ് ചെയ്യുന്ന ബേസിക് കമാൻഡ്സ് ഏതൊക്കെയാണെന്നുള്ളതാണ്. വിൻഡോസ് കമാൻഡ് പ്രോംപ്റ്റ്, അതായത് നമ്മൾ ആക്ച്വലി എന്താണ് CMD ആണ് യൂസ് ചെയ്യുക. CMDനെ നമ്മൾ ശരിക്കും CMDനെ എക്സ്പാൻഡ് ചെയ്ത് പറയുന്നത് എന്താണ്, വിൻഡോസ് കമാൻഡ് പ്രോംപ്റ്റ് is a powerful tool that allow user to interact with the OS directly. അതായത് OSുമായിട്ട് ഡയറക്റ്റ്ലി കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു ടൂൾ ആണ് ആക്ച്വലി എന്തെന്ന് പറയുന്നത്, CMD എന്ന് പറയുന്നത്. അതായത് ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്, ലേണിംഗ് ബേസിക് കമാൻഡ്സ് ക്യാൻ എൻഹാൻസ് ട്രബിൾ ഷൂട്ടിംഗ് സ്കിൽ ആൻഡ് ഇംപ്രൂവ് പ്രൊഡക്ടിവിറ്റി. ഈ ബേസിക് കമാൻഡ്സ് നമ്മൾ എന്തിനാ ചെയ്യുന്നത്, ആക്ച്വലി ട്രബിൾ ഷൂട്ടിങ്ങും കാര്യങ്ങളും എൻഹാൻസ് ചെയ്യാൻ വേണ്ടി, കുറയ്ക്കാൻ വേണ്ടിയിട്ടും ആൻഡ് പ്രൊഡക്ടിവിറ്റി എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടും ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ബേസിക് കമാൻഡ്സ് വിൻഡോസിൽ യൂസ് ചെയ്യുന്ന ബേസിക് കമാൻഡ്സ് നമ്മൾ എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് നമ്മൾ ഏതൊക്കെയാണ് വിൻഡോസിലുള്ള കമാൻഡ്സ് എന്നുള്ളതാണ്. ഫസ്റ്റ് എന്ന് പറയുന്നത് CMD ആണ്. CMD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പണിംഗ് കമാൻഡ് പ്രോംപ്റ്റ് ആണ്. അത് കമാൻഡ് ഏതാണ്, CMD ആണ്. ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത് ഓപ്പൺ ദ കമാൻഡ് പ്രോംപ്റ്റ്. നമുക്ക് കമാൻഡ് പ്രോംപ്റ്റ് ഓപ്പൺ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് യൂസ് ചെയ്യുക, CMD എന്ന് പറഞ്ഞിട്ട് നമ്മൾ എവിടെയാ, വിൻഡോസിന്റെ ഐക്കണിൽ പോയിട്ടാണ് സെർച്ച് ചെയ്യുക. ഇനി എക്സാമ്പിൾ എന്ന് വെച്ചാൽ പ്രസ്, നമ്മൾ എന്താ വിൻഡോസിന്റെ ആ ഐക്കൺ അത് +6 കൂടി ചെയ്ത് കഴിഞ്ഞാൽ എന്താവും, നമുക്ക് ഇത് ടൈപ്പ് ചെയ്യാനുള്ള ഒരു സെക്ഷൻ ഓപ്പൺ ആയി വരും. ദെൻ എന്ത് ചെയ്യും, CMD ടൈപ്പ് ചെയ്യും, ദെൻ പ്രസ് എൻ്റർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, കമാൻഡ് പ്രോംപ്റ്റ് എന്താ ഓപ്പൺ ആയിട്ട് വരും. നെക്സ്റ്റ് കമാൻഡ് എന്ന് പറയുന്നത് എന്താണ്, കറണ്ട് ഡയറക്ടറി ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കമാൻഡ് ആണ്. അപ്പോൾ ഡിസ്പ്ലേയിങ് കറണ്ട് ഡയറക്ടറി ആണ്. അതിന് വേണ്ടി യൂസ് ചെയ്യുന്ന കമാൻഡ് ഏതാണ്, CD എന്ന് പറഞ്ഞിട്ടുള്ള കമാൻഡ് ആണ് അതിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്. അതെന്താണ്, കറണ്ട് ഡയറക്ടറീസിൽ, അതായത് എക്സ്പ്ലനേഷൻ എന്താണ്, ഡിസ്പ്ലേ ഓർ ചേഞ്ചസ് ദ കറണ്ട് ഡയറക്ടറി. അതായത് കറണ്ട് ഡയറക്ടറിയിലുള്ള ചേഞ്ചസും അല്ലെങ്കിൽ ചേഞ്ചസ് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത്, CD എന്ന് പറഞ്ഞിട്ടുള്ള കമാൻഡ് എന്ന് പറയുന്നത്. ഇതിനൊരു എക്സാമ്പിൾ ആയിട്ട് കൊടുത്തിരിക്കുന്നത് CD ഡോക്യുമെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേഞ്ച് ടു ദ ഡോക്യുമെന്റ് ഡയറക്ടറി. ആ ഡോക്യുമെന്റ് ഡയറക്ടറി അവിടെ എന്താവും, ചേഞ്ച് ആവും. അതാണ് എന്തെന്ന് പറയുന്നത്, അതിനു വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഏതെന്ന് പറയുന്നത്, CD എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് നമ്മൾ വിൻഡോസ് യൂസ് ചെയ്യുന്ന സമയത്ത് ഇതൊക്കെ ശ്രദ്ധിച്ചാൽ മതി. ഇതൊക്കെ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന കമാൻഡ്സും കാര്യങ്ങളും നമ്മൾ എവിടെയെങ്കിലും ഒക്കെ കാണുന്നതാണ്. CMD ഒക്കെ നമ്മൾ ഒരു ഇപ്പൊ പൈത്തന്റെ വേർഷൻ ആണെങ്കിൽ പൈത്തൺ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി CMDയിലാണ് നമ്മൾ ചെക്ക് ചെയ്യുക. python/- വേർഷൻ എന്ന് പറഞ്ഞിട്ടുള്ള കമാൻഡ് കൊടുത്തു കഴിഞ്ഞാൽ അത് ഉണ്ടോ ഇല്ലേ എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും, സിസ്റ്റത്തിൽ ഉണ്ടോ ഇല്ലേ എന്നുള്ളത്. അതേപോലെ CD ഒക്കെ നമ്മൾ കാണുന്നതാണ്. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് വ്യൂയിങ് ഫയൽസ് ആൻഡ് ഫോൾഡേഴ്സ്. നമുക്ക് ഫയൽസും ഫോൾഡേഴ്സും വ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന കമാൻഡ് ആണ് എന്തെന്ന് പറയുന്നത്, DIR എന്ന് പറയുന്നത്, DIR എന്ന് പറയുന്നത്. ഇതിന്റെ എക്സ്പ്ലനേഷൻ എന്താണ്, ലിസ്റ്റ് ഫയൽ ആൻഡ് ഡയറക്ടറി ഇൻ ദ കറണ്ട് ഡയറക്ടറി. കറണ്ട് ഡയറക്ടറിയിലുള്ള ഫയൽസിന്റെ ലിസ്റ്റ് കാര്യങ്ങളും തരുന്നത് ഏതാണ്, ഈ DICT എന്ന് പറഞ്ഞിട്ടുള്ള എന്താ കമാൻഡ് വെച്ചിട്ടാണ്. അപ്പൊ അതിന് എക്സാമ്പിൾ DICT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷോസ് ഓൾ ഫയൽസ് ആൻഡ് ഫോൾഡേഴ്സ് ഇൻ ദ കറണ്ട് ലൊക്കേഷൻ. ആ കറണ്ട് ലൊക്കേഷൻ ഏതാണോ ആ കറണ്ട് ലൊക്കേഷനിലുള്ള ഫയൽസും ഫോൾഡേഴ്സും ഒക്കെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന കമാൻഡ് ആണ് ഏതെന്ന് പറയുന്നത്, DICT എന്ന് പറയുന്നത്. ഇനി അടുത്തത് എന്താണ്, ക്രിയേറ്റിംഗ് എ ന്യൂ ഫോൾഡർ. പുതിയൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന കമാൻഡ് ഏതാണ്, മേക്ക് ഡയറക്ടറി എന്ന് പറഞ്ഞിട്ട് MK DICT എന്ന് പറയുന്നത്. അതിന്റെ എക്സ്പ്ലനേഷൻ എന്താണ്, ക്രിയേറ്റ് എ ന്യൂ ഡയറക്ടറി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. അപ്പൊ അതിന് എക്സാമ്പിൾ ആയിട്ട് നമ്മൾ എങ്ങനെ കൊടുക്കുന്നത്, MK DIC ന്യൂ ഫോൾഡർ ക്രിയേറ്റ് എ ഫോൾഡർ നെയിംഡ് ന്യൂ ഫോൾഡറിന്റെ പേര് എന്താണ് കൊടുക്കേണ്ടത് അത് കൊടുത്തു. ഇനി നെക്സ്റ്റ് കമാൻഡ്സ് ഏതൊക്കെയാന്ന് നോക്കാം.
അടുത്തത് എന്താണ്? ഡിലീറ്റിംഗ് എ ഫോൾഡർ. ഡിലീറ്റിംഗ് എ ഫോൾഡർ എന്നതിന് നമ്മൾ നേരത്തെ ലിനക്സിൽ പഠിച്ച പോലെ RMDict, അതായത് റിമൂവ് ഡയറക്ടറി എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ എക്സ്പ്ലനേഷൻ എന്താണ്? റിമൂവ് എ ഡയറക്ടറി മസ്റ്റ് ബി എംപ്റ്റി ആവും. അതെന്തായിരിക്കും? എംപ്റ്റി ആയിട്ടായിരിക്കും മാറുക. അതായത് ഇനി എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് നമ്മൾ എങ്ങനെ കൊടുക്കണ്ടേ എന്നുള്ള കേസാണ്. RMDict ഓൾഡ് ഫോൾഡർ ഏതാണോ അത് കൊടുത്തു, എന്നിട്ട് എന്ത് ചെയ്തു? ഡിലീറ്റ്സ് ദ ഓൾഡ് ഫോൾഡർ ഡയറക്ടറി. ആ ഓൾഡ് ഫോൾഡറിലുള്ള ഡയറക്ടറീസ് എല്ലാം നമ്മൾ എന്ത് ചെയ്തു? കളഞ്ഞു. ഇനി അടുത്തത് 6th ഏതാണ്? ഡിലീറ്റിംഗ് ഫയൽസ് ആണ് ഡിലീറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാൻ ഫോൾഡർ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? RMDict യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഫയൽസ് ഡിലീറ്റ് ചെയ്ത് കളയണം. അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന കമാൻഡ് എന്ന് പറയുന്നത് DEL ആണ്. അതായത് ഡിലീറ്റ് എന്ന് പറഞ്ഞിട്ട് കമാൻഡ് ആണ്. അത് എക്സ്പ്ലനേഷൻ എന്താണ്? ഡിലീറ്റ്സ് ഫയൽസ് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. dill file dot text എന്ന് പറഞ്ഞിട്ടുള്ള കമാൻഡ് ഇപ്പൊ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഫയൽ ഡോട്ട് ടെക്സ്റ്റിലുള്ള എല്ലാ ഫയൽസും എന്താവും? ഡിലീറ്റ് ആയി പൊക്കോളും. ഇനി റീനെയിം ചെയ്യാൻ വേണ്ടിയിട്ട് ഫയൽസിന്റെയോ അല്ലെങ്കിൽ ഫോൾഡേഴ്സിന്റെയോ റീനെയിം ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കമാൻഡ് ആണ് നെക്സ്റ്റ് നമ്മൾ പറയുന്നത്. അതായത് റീനെയിമിംഗ് ഫയൽസ് ഓർ ഫോൾഡേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ കമാൻഡ് എന്ന് പറയുന്നത് റീനെയിം ആണ്. അപ്പൊ അതിന്റെ എക്സ്പ്ലനേഷൻ എന്താണ്? റീനെയിംസ് എ ഫോൾഡർ ഓർ ഫയൽ. ഒരു ഫോൾഡറോ ഫയലോ റീനെയിം ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത്? റീനെയിമിംഗ് ഫയൽസ് ഓർ ഫോൾഡർ എന്ന് പറയുന്നത്. ഇതിന്റെ എക്സാമ്പിൾ എന്താണ്? റീനെയിം ഓൾഡ് ഫയൽ ഡോട്ട് ടെക്സ്റ്റ് ന്യൂ ഫയൽ ഡോട്ട് ടെക്സ്റ്റ്. ഓൾഡ് ഫയൽ ഏതാണെന്ന് ഇവിടെ കൊടുക്കുക, ന്യൂ ഫയൽ ഏതാണെന്ന് കൊടുക്കുക. ഇനി റീനെയിംസ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ എന്താണ്? ഫയൽ ടു ന്യൂ ഫയൽ ഡോട്ട് ടെക്സ്റ്റ് കൊടുത്താൽ മതി. ഇനി നമുക്ക് എന്ത് ചെയ്യണം? അടുത്ത കമാൻഡ് എന്ന് പറയുന്നത് നമുക്ക് ഫയൽസിനെ കോപ്പി ചെയ്യാനാണെന്ന് വിചാരിക്കാം. അപ്പോൾ കോപ്പിങ് ഫയൽസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന കമാൻഡ് എന്ന് പറയുന്നത് കോപ്പിയാണ്. നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന കമാൻഡ് ആണ് എന്തെന്ന് പറയുന്നത്? കോപ്പി എന്ന് പറഞ്ഞ കമാൻഡ്. ഇതിന് എക്സ്പ്ലനേഷൻ എന്താണ്? കോപ്പി ഫയൽ ഫ്രം വൺ ലൊക്കേഷൻ ടു അനദർ. ഒരു ലൊക്കേഷനിൽ നിന്ന് വേറൊരു ലൊക്കേഷനിലോട്ട് ഫയൽസിനെ കോപ്പി ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന കമാൻഡ് ആണ് എന്തെന്ന് പറയുന്നത്? കോപ്പി എന്ന് പറയുന്നത്. ഇപ്പൊ എക്സാമ്പിൾ എന്താണ്? കോപ്പി ഫയൽ ഡോട്ട് ടെക്സ്റ്റ് ബി :backup. അപ്പോൾ കോപ്പീസ് ഫയൽ ഡോട്ട് ടെക്സ്റ്റ് ടു ബാക്കപ്പ് ഫോൾഡർ ഇൻ ദ ഡ്രൈവ് ഡിയിലുള്ള, അത് മിസ്റ്റേക്ക് ആണ്, ID എന്നുള്ളതല്ല, D എന്ന് പറഞ്ഞിട്ടുള്ള ഇതിലോട്ടാണ് അത് എന്ത് ചെയ്യുന്നത്? കോപ്പി ആയി പോകുന്നത്. അടുത്തത് നമുക്ക് എന്ത് ചെയ്യാനാണ്? ക്ലിയർ ദ സ്ക്രീൻ ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന കമാൻഡ് ആണ്. അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന കമാൻഡ് ആണ് CLS, ക്ലിയർ എന്നുള്ളത്. അതിന്റെ എക്സ്പ്ലനേഷൻ എന്താണ്? ക്ലിയർ ദ കമാൻഡ് പ്രോംപ്റ്റ് ക്ലീൻ സ്ക്രീൻ. അതായത് നമ്മൾ കമാൻഡ് പ്രോംപ്റ്റിൽ കുറെ കമാൻഡ്സ് കൊടുത്തു എന്ന് വിചാരിക്കുക. അപ്പൊ നമുക്ക് ആ സ്ക്രീൻ എന്ത് ചെയ്യണം? ക്ലിയർ ആക്കി കൊടുക്കണം. അപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്ന കമാൻഡ് ആണ് എന്തെന്ന് പറയുന്നത്? CLS എന്ന് പറയുന്നത്. ഇപ്പൊ എക്സാമ്പിൾ നമ്മൾ കമാൻഡ് പ്രോംപ്റ്റിൽ CLS എന്ന് പറഞ്ഞിട്ട് കൊടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കറണ്ട് സ്ക്രീൻ എന്താവും? ക്ലിയർ ആവും. മനസ്സിലായോ? ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് വ്യൂയിങ് നെറ്റ്വർക്ക് ഇൻഫർമേഷൻ. നെറ്റ്വർക്ക് ഇൻഫർമേഷൻസ് കാണാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന കമാൻഡ് എന്ന് പറയുന്നത് IP config എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. അതായത് അതിന്റെ എക്സ്പ്ലനേഷൻ എന്താണ്? ഡിസ്പ്ലേസ് IP അഡ്രസ് ആൻഡ് നെറ്റ്വർക്ക് ഡീറ്റെയിൽസ്. ആ സിസ്റ്റത്തിന്റെ IP അഡ്രസ്സും നെറ്റ്വർക്ക് ഡീറ്റെയിൽസും ഒക്കെ നമുക്ക് കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് കൊടുത്താൽ മതി? IP config എന്ന് പറഞ്ഞിട്ടുള്ള കമാൻഡ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതെല്ലാം കാണാൻ പറ്റും. അപ്പോൾ ഫോർ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ കമാൻഡ് പ്രോംപ്റ്റിൽ IP config എന്ന് പറഞ്ഞിട്ട് കോൺഫിഗറേഷന്റെ കോൺഫിഗ് കൊടുത്തു കഴിഞ്ഞാൽ ഷോസ് നെറ്റ്വർക്ക് കോൺഫിഗറേഷൻ ആൻഡ് IP അഡ്രസ്സും അതേപോലെ തന്നെ നമുക്ക് എന്തും കിട്ടും? നെറ്റ്വർക്ക് കോൺഫിഗറേഷനും കിട്ടും. ഇനി അടുത്ത കമാൻഡ് എന്ന് പറയുന്നത് ചെക്കിംഗ് കണക്ടിവിറ്റി. നമുക്ക് കണക്ടിവിറ്റി എങ്ങനത്തെയാണ് എന്നുള്ളത്, അതായത് വെബ്സൈറ്റ് ഒക്കെ ആയിട്ട് എങ്ങനെയാണ് കണക്ഷൻ എന്നുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ കമാൻഡ് പ്രോംപ്റ്റിൽ കൊടുക്കുന്ന കമാൻഡ് ആണ് എന്തെന്ന് പറയുന്നത്? പിഗ് എന്ന് പറയുന്നത്. അതായത് കണക്ടിവിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കമാൻഡ് ആണ് ആക്ച്വലി എന്തെന്ന് പറയുന്നത്? പിഗ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന്റെ എക്സ്പ്ലനേഷൻ എങ്ങനെയാണ്?
test connectivity to the website or IP address. IP addressന്റെയോ വെബ്സൈറ്റിന്റെയോ കണക്ടിവിറ്റിനെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഈ പിഗ് എന്ന് പറഞ്ഞിട്ടുള്ള കണക്ടിവിറ്റി എന്ന് പറയുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഗൂഗിളിനെയാണ് ചെക്ക് ചെയ്യുന്നതെന്ന് വെച്ച് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും പിഗ് google.com ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കമാൻഡ് പ്രോംപ്റ്റിൽ ചെയ്ത് നോക്കാൻ പറ്റും. ആ റിമൂവും അതേപോലെ റിമൂവ് ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മുടെ ഫയൽസും കാര്യങ്ങളൊക്കെ ഡിലീറ്റ് ആയിക്കും. ബാക്കിയുള്ളതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നതാണ് കമാൻഡ് പ്രോംപ്റ്റിൽ ചെയ്ത് നോക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇനി അടുത്തത് എന്താണ് ചെക്സ് ഇഫ് ഗൂഗിൾ ഈസ് റീച്ചബിൾ. അപ്പോൾ ഗൂഗിൾ റീച്ച് കിട്ടിയിട്ടുണ്ടോ എന്നുള്ള കാര്യമാണ് നമ്മൾ ഈ കമാൻഡ് യൂസ് ചെയ്തിട്ട് നോക്കുന്നത്. ഇനി ഷട്ട് ഡൗൺ ദ കമ്പ്യൂട്ടർ, നമുക്ക് വിൻഡോസ് ഷട്ട് ഡൗൺ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കമാൻഡാണ്, നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന കമാൻഡാണ് ഇതെന്ന് പറയുന്നത്. ഏതാണ് ഷട്ട് ഡൗൺ എന്ന് പറഞ്ഞിട്ടുള്ള കമാൻഡ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ അതിന്റെ എക്സ്പ്ലനേഷൻ എന്താണ് ഷട്ട് ഡൗൺ ഓർ റീസ്റ്റാർട്ട് ദ കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടറിനെ റീസ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും ഷട്ട് ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ടും യൂസ് ചെയ്യുന്ന കമാൻഡാണ് എന്ത് പറയുന്നത് ഷട്ട് ഡൗൺ എന്ന് പറയുന്നത്. അപ്പോൾ ഷട്ട് ഡൗൺ /s/t16 എന്ന് പറഞ്ഞിട്ടുള്ള കൊടുത്തെന്ന് വെച്ചിരിക്കും. അപ്പോൾ എന്ത് ചെയ്യും ഈ കമ്പ്യൂട്ടർ ഷട്ട് ഡൗൺ ആവും. എത്ര ഇൻ 60 സെക്കൻഡിനുള്ളിൽ ആ കമ്പ്യൂട്ടർ എന്താവും ഷട്ട് ഡൗൺ ആവും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്തുകൂടെ /s/t16 എന്ന് പറയുന്നത്. അപ്പം 60 സെക്കൻഡിനുള്ളിൽ ആ ടൈം ലിമിറ്റിന്റെ ഉള്ളിൽ എന്ത് ചെയ്യും ഇത് ഷട്ട് ഡൗൺ ആവും. 60 സെക്കൻഡ്സിൽ എന്ത് ചെയ്തും അത് ഷട്ട് ഡൗൺ ആയിക്കോളും. ഇനി എക്സിസ്റ്റിംഗ് കമാൻഡ് പ്രോംപ്റ്റ് ആണ്. അതായത് കമാൻഡ് പ്രോംപ്റ്റിനെ നമുക്ക് ക്ലോസ് ചെയ്യണം എന്ന് വിചാരിക്കുക. അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന കമാൻഡ് ആണ് എന്തെന്ന് പറയുന്നത് എക്സിറ്റ് എന്ന് പറയുന്നത്. ക്ലോസ് ദ കമാൻഡ് പ്രോംപ്റ്റ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ എന്ത് ചെയ്യും എക്സിറ്റ് കൊടുത്തു. കമാൻഡ് പ്രോംപ്റ്റ് ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ ഇതെല്ലാം കൊടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു എക്സിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ടെർമിനൽ എന്തായി പോകും ക്ലോസ് ആയിട്ട് പോരും. അതായത് എക്സിറ്റ് ആയി വന്നോളും. അപ്പോൾ ഇതിൽ നമ്മൾ ബേസിക് വിൻഡോസിൽ യൂസ് ചെയ്യുന്ന കമാൻഡ്സ് ആണ് യൂസ് ചെയ്തിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എങ്ങനെ കമാൻഡ് പ്രോംപ്റ്റ് ഓപ്പൺ ചെയ്യണം അതിന് വേണ്ടി യൂസ് ചെയ്യുന്നത്, പിന്നെ അതിൽ റീനെയിം കൊടുക്കുന്നത്, ഡിലീറ്റ് ചെയ്യുന്നത്, കോപ്പി ചെയ്യുന്നത്, ഷട്ട് ഡൗൺ ചെയ്യുന്നത്, ആ കമാൻഡ് പ്രോംപ്റ്റിൽ നിന്ന് എക്സിറ്റ് ആയി വരുന്നത്, അങ്ങനെ കുറേ കമാൻഡ് പ്രോംപ്റ്റ്സ് ഇതിൽ പഠിച്ചിട്ടുണ്ട്. ഇതൊക്കെ 2 മാർക്സിന് നമ്മളടുത്ത് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ 5 മാർക്സിനുള്ള ചോദിക്കാൻ, അതായത് വിൻഡോസിലുള്ള ബേസിക് കമാൻഡ് പ്രോംപ്റ്റ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 5 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ ആയി. ഇത്രയും ഉണ്ടല്ലോ. അതേപോലെ ഇപ്പോൾ 2 മാർക്കിനാണെന്നുണ്ടെങ്കിൽ ഓരോന്നും എടുത്ത് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ ഇതിന് 2 എണ്ണത്തിന് മാത്രം യൂസ് ചെയ്യുന്ന കമാൻഡ്സ് ഏതൊക്കെയാണ്, അങ്ങനെ പല ക്വസ്റ്റ്യൻസും വരാനുള്ള ചാൻസസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.